ജീവൻ മറന്നു ഒപ്പം നിന്നവർക്കും ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഈ കാഴ്ച സമർപ്പിക്കുന്നു. ഈ സ്ഥലം മേപ്പാടി. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ സ്ഥലത്തേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായ ഒരു താഴ്വാരമാണ് വെള്ളരിമല. ഈ സ്ഥലം കാണാൻ സ്വർഗതുല്യമാണ് കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഇത്രയും മനോഹരമായൊരു കാഴ്ച എനിക്ക് തോന്നുന്നു വേറെങ്ങും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പോലും അതിമനോഹരമാണ് ഈ സ്ഥലം. ഈ സ്ഥലം മൂന്നാറിനെ പോലും വെല്ലുന്ന അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണെന്നാണ് എൻ്റെ കാഴ്ചയിൽ എനിക്ക് തോന്നുന്നത്. വെള്ളരിമലയുടെ താഴ്വാരങ്ങളിൽ ആദ്യം എത്തിയിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരിവിടെ സ്വർണം ഖനനം ചെയ്യാനാണ് വന്നത്. അത് നഷ്ടം ആയതിനെ തുടർന്ന് തേയിലയും ഏലവും നട്ടു വളർത്തി അവർ കാട് നാടാക്കി. അമ്പലവും മസ്ജിദും ചർച്ചും കൂടിച്ചേർന്ന് ഇവർ ഇവിടെ സർവമത സംഗമ ഭൂമിയായി ജീവിച്ചു പോരുന്നവരാണ്. നല്ല മനുഷ്യരാണ് ഇവർ. പച്ചവിരിച്ച മലഞ്ചെരുവുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഈ വെള്ളച്ചാട്ടം നമ്മുടെ മുന്നിൽ റീലുകളായി എത്താറുണ്ട് പലപ്പോഴും. ഇതെല്ലാം കൊണ്ടായിരിക്കാം വയനാട് എല്ലാവർക്കും പ്രിയപ്പെട്ടതാകുന്നത്. കാണാൻ കൺകുളിർക്കെ കാഴ്ചകൾ, ഇവിടുത്തെ ജനങ്ങളുടെ നല്ല സാമീപ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ പോകുമ്പോൾ എനിക്ക് പ്രത്യേകത തോന്നുന്നത്, ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെറിയ വളവും ആ വളവിൽ നമ്മൾ മുന്നിൽ കാണുന്നത് അങ്ങ് അകലെയുള്ള മുട്ടുപോലുള്ള നല്ല മലകളുടെയും കാഴ്ചകളാണ്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഈ സ്ഥലം സൂചിപ്പാറ. സൂചിപ്പാറയിൽ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. 300 അടി മുകളിൽ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാവും. ഇത് കാണാൻ വേണ്ടി ഏറുമാടത്തിൽ കയറിയിരുന്ന് നമുക്കിത് കാണാൻ കഴിയും. അത്രയ്ക്ക് വണ്ടർഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് അതെല്ലാം. ഈ വെള്ളച്ചാട്ടത്തിന് താഴെയായിട്ട് ചെറിയ കുളമുണ്ട്. അവിടെ കൊച്ചു കുട്ടികൾക്ക് പോലും നീന്തൽ പഠിക്കാം. എന്തുകൊണ്ടാണ് വിനോദസഞ്ചാരികൾക്ക് ഈ വയനാട് ഇത്ര ഇഷ്ടമെന്നാൽ ഈ കാണുന്ന കാഴ്ചകളാണ്. തേയിലത്തോട്ടം, കുന്നുകളും ഒരു വെള്ളച്ചാട്ടവും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് വയനാട്. നമ്മുടെ ഒരു ആനവണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി മേപ്പാടിയിൽ നിന്നും വന്ന് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം വന്നിട്ട് തിരിച്ചു പോകുന്ന ബസ്സാണ്.
നമ്മളിപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്ന് സംഭവിച്ച ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്കൂളുകളും ആ ചെറിയ പട്ടണം. അന്ന് ആ പ്രകൃതി ഒരുക്കിയ ജലയുദ്ധത്തിൽ നമ്മൾ ദയനീയമായി തോറ്റുപോയ ആ സ്ഥലം മുണ്ടക്കൈ ചൂരൽമല. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രദേശത്തുണ്ടായ ആ ദുരന്തത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ദുരന്തം ഇവിടെ നിന്ന് തുടങ്ങി ചാലിയാർ പുഴയിലെത്തുന്നത് വരെ അതിൻ്റെ വീര്യം ഉണർന്നു നിന്നിരുന്നു. എത്ര മനുഷ്യജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.